ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. ലോ ഗ്രാഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് 53/2025 ഇന്ന് മെയ് 17 ശനിയാഴ്ച BSc നടത്തിയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 10th ലെവൽ എക്സാം ഇനി എഴുതാൻ പോകുന്ന 21-ാം തീയതി എഴുതാൻ പോകുന്നവരും അതുപോലെ തന്നെ 24-ാം തീയതി ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരും കറക്റ്റായിട്ട് ഈ ഒരു മേഖലകളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇതിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ തന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് 2025 ചോദിച്ചത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വഴിയൊക്കെ നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ട് എല്ലാ മേഖലകളും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ റിവിഷൻ നടത്തുമ്പോൾ ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, മന്ത്രിമാരെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവിടെ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഇവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് സജി ചെറിയാനാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് സൈറ്റിൽ കയറി കറക്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഓൺ ഡേറ്റ വെച്ചിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ഇവിടെ. അതിൽ തന്നിരിക്കുന്ന എയും ബിയും ശരിയാണ്. ബി എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണെന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആൻസർ പറയുന്നത് എ ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. ഉപ്പ് തടാകങ്ങൾ എവിടെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്? മരുഭൂമികളിലാണ്, ശരിയാണ്. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. വർഷണം എന്താണ്? വളരെയധികം കുറവായിട്ടുള്ള പ്രദേശങ്ങളാണ് മരുഭൂമി എന്ന് പറയുന്നത്. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ബാഷ്പീകരണം വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഈ പറയുന്ന ബാഷ്പീകരണത്തിന്റെ തോതെന്ന് പറയുന്ന വർഷണത്തെക്കാൾ ഒരുപാട് കൂടുതലാണ് ഇവിടെ മരുഭൂമികളിൽ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ബാഷ്പീകരണം സംഭവിക്കുമ്പോഴാണ് എന്താണ് സംഭവിക്കുക? ബാഷ്പീകരിച്ച് പോകുന്നത് നമ്മുടെ ജലം മാത്രമേ ഉള്ളൂ. അവിടെ അടിഞ്ഞുകൂടുന്ന ലവണങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഉപ്പ് തടാകങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എന്ത് ചെയ്യും? ഡെപ്പോസിഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി മാത്രം ഓപ്ഷനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ്. അകക്കാമ്പ് എന്ന് പറയുമ്പോൾ ഇന്നർ കോർ എന്താണ്? നിഫയാണ് അകക്കാമ്പിലുള്ള നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ഇരുമ്പും അതുപോലെ തന്നെ നിക്കലുമാണ് ഏത് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വൻകര ഭൂവൽക്കവും ഒന്ന് സമുദ്ര ഭൂവൽക്കവും. അതിൽ വൻകര ഭൂവൽക്കത്തിലാണ് നമ്മൾ സിയാൽ എന്ന് പറയുന്നത് കേട്ടോ. സിയാൽ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കണും അലൂമിനിയം കൂടെ ചേർന്നതാണ് സിയാല്. അത് വൻകര ഭൂവൽക്കത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെന്റ്സ് ആണ്. ഇനി സമുദ്ര ഭൂവൽക്കത്തിലാണെന്നുണ്ടെങ്കിൽ സിമയാണ് വരുന്നത്. അത് ഏതാണ്? സിലിക്കണും അതുപോലെ തന്നെ മഗ്നീഷ്യവുമാണ് അവിടെ വരുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. മൂന്ന് ഘടകങ്ങൾ, മൂന്നിനെ പറ്റിയിട്ടുള്ള പേരുകളും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. നിഫയുണ്ട്, സിയാലുണ്ട്, സിമയുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 10th മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടോപ്പിക്സ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ് ഓഷ്യൻ കറൻസ് പഠിച്ചു വെച്ചിരിക്കുക. കാരണം PSC ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നു. പിന്നെ വീണ്ടും ഓഷ്യൻ കറൻസ് ചോദിക്കുകയാണ്. അപ്പൊ ഇനിയുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണും. അത് 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഈ പറയുന്ന ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഓഷ്യൻ കറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്തല്ല, ശരിയല്ല. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഒയേഷ്യോ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്, ശരിയാണ്. അതുപോലെ അഗുൽഹാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്നെയാണ്, പക്ഷേ അതെന്തല്ല, ശീതജലമല്ല, അത് ഉഷ്ണജല പ്രവാഹമാണ്. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അതുപോലെ ഗൾഫ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതും തെറ്റാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉഷ്ണജലം, ശീതജലം, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് ഓഷൻ, ഇത് മൂന്നും നമ്മുടെ SCRT ബേസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അതിൽ കൂടുതൽ 10th ലെവലിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഡിഗ്രി ലെവലുകാർക്ക് മെയിൻസിലൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പ്രിലിംസിന് നമ്മുടെ 10th ലെവലിൽ വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കിയാണ് കേട്ടോ. ഏറ്റവും ആദ്യത്തേത് എന്ന് ചോദിക്കുമ്പോൾ വേണം നമ്മൾ പള്ളിവാസൽ എഴുതാനായിട്ട്. ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇടുക്കിയാണ് ഉത്തരം. തിരിഞ്ഞു പോകരുത് ഒന്നും തമ്മിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ഭേദഗതികൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. 42ാം ഭേദഗതി എന്താണ്? ചെറിയ ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. 44ാം ഭേദഗതി എന്ത് ചെയ്തു? വകുപ്പ് 300A കൂട്ടിച്ചേർത്തു. 73ാം
ഭേദഗതി എന്താണ് പ്രത്യേകത? 9ാം പട്ടിക കൂട്ടിച്ചേർത്തതാണ്. 86ാം ഭേദഗതി വകുപ്പ് 21A ആഡ് ചെയ്തതാണ്. ഇനി എന്തൊക്കെയാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വകുപ്പ് 21A എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചതാണ് ഇത് 21A എന്ന് പറയുന്നത്. 9ാം പട്ടിക എന്താണ്? ത്രിതല പഞ്ചായത്തിന്റെ രൂപീകരണമാണ് 9ാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. വകുപ്പ് 300A എന്നാണ് 1978 ഇത് 44ാം ഭേദഗതി എന്ന് പറയുന്നത്. അത് നോക്കിക്കുക. ഇനി ചെറിയ ഭരണഘടന എന്തുകൊണ്ടാണ്? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതൊക്കെ അനുബന്ധിച്ചാണ് ഇതിനെ ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് 42ാം ഭേദഗതി മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇവിടെ. നെക്സ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അമെൻമെന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 42, 44, 73, 74, 86, 52, 91. ഈ പറയുന്നതെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പിന്നെ 101 മുതലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 101, 102, 103, 104, 105, 106 വരെ ഉള്ളതും കറക്റ്റായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ഇത്രയും കൂടെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയും പറഞ്ഞത്. മിസ് ചെയ്യാതെ അതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. ഇത്രയാണ് തന്നിരിക്കുന്നത്. വിദ്യാഭ്യാസം അതുപോലെ വനങ്ങൾ ഇത് രണ്ടും എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാണ്. അത് ഓർക്കുക. 5 സബ്ജക്റ്റുകൾ മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസവും വനങ്ങളും. ഇത് രണ്ടും ഇപ്പൊ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. മായം ചേർക്കൽ അതുപോലെ തൊഴിലാളി സംഘടന റീസെന്റ് നടന്ന ഒരു PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ 2 വിഷയങ്ങളും എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. മായം ചേർക്കലും തൊഴിൽ സംഘടനകളും എന്ത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഇനി വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. ദത്തെടുക്കലും പിന്തുടർച്ചയും എന്ത് തന്നെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. ഈ പറയുന്ന 6 സബ്ജക്റ്റും എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ മിക്കതും എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. റിവിഷൻ സമയത്ത് അതൊക്കെ വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. തെറ്റാണ്. എന്താണ്? രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കൊന്നും തോന്നരുത് കേട്ടോ. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം എന്ന് പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. തെറ്റാണ്. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയല്ല, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്താണ്? ബൈ സിംഗിൾ ട്രാൻസ്ഫർ ഓഫ് വോട്ട് എന്നുള്ള ആ രീതിയിലൂടെയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. FPTPയിലല്ല. FPTPയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കുക കേട്ടോ. ഇനി രാജ്യസഭ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര വയസ്സാണ് പൂർത്തിയാകേണ്ടത്? 30 വയസ്സാണ് പൂർത്തിയാകേണ്ടത്. മത്സരിക്കണമെങ്കിലും പ്രായപരിധി ഉണ്ട്. അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ അത് 30 വയസ്സാണ് ഓർത്തിരിക്കുക. പ്രസിഡന്റ് ആവാനാണ് 35 വയസ്സ് വേണ്ടത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി നമ്മൾ വോട്ട് രേഖപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് പൂർത്തിയായാൽ മതി. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ ആണോ? അല്ല. ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ആരാണ്? ലോക്സഭയാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിലെന്താണ്? എല്ലാ പ്രസ്താവനകളും എന്താണ് ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. രാഷ്ട്രപതിയുടെ ഗവർണർ നിയമിക്കാനുള്ള അധികാരം. ഇതിൽ ഏതൊക്കെയാണ് പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം എന്തല്ല? വിവേചന അധികാരമല്ല. എന്താണ് ഈ വിവേചന അധികാരം എന്ന് പറയുന്നത്? രാഷ്ട്രപതി സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ ഈ വിവേചന അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞതാണ് കേട്ടോ. രാഷ്ട്രപതി ആരുടെയും ഉപദേശങ്ങളൊന്നും തേടാതെ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് എന്ത്? പോക്കറ്റ് വീറ്റോ അധികാരം. ആരോടും ചോദിക്കില്ല. ഒരു ഏത് ബില്ലെന്ന് പറയുന്നത് പോക്കറ്റ് വീറ്റോ അധികാരം യൂസ് ചെയ്യാനായിട്ട് രാഷ്ട്രപതിക്ക് അധികാരമാണ്. അതുപോലെ തന്നെയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അതും എന്താണ്? രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ
മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുന്നത് എന്താണ്? അത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണ് കേട്ടോ. അതിലും ആരുടെയും അഡ്വൈസ് ചോദിച്ചിട്ടല്ല അദ്ദേഹം തിരിച്ചയക്കുന്നത്, അത് വിവേചന അധികാരമാണ്. അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ, രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകക്ഷികളൊക്കെ ചേർന്നിട്ടും ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് ഇന്ന പാർട്ടിക്ക് റൂൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് ഒരു പാർട്ടി എന്ത് ചെയ്യാം? അധികാരത്തിലേക്ക് കൊണ്ടുവരാം. പ്രധാനമന്ത്രി ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി അറിയാലോ. അപ്പം പ്രധാനമന്ത്രി എന്ത് ചെയ്യും? അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്നുള്ളതും എന്താണ്? രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണ്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് വിവേചന അധികാരം? ഈ ഒരു വിവേചന അധികാരവുമായി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കി പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണോ? അല്ല. എന്താണ്? ഗവർണറെ രാഷ്ട്രപതി സ്വന്തം ഇഷ്ടപ്രകാരമല്ല നിയമിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഗവർണറെ നിയമിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതൊരു രാഷ്ട്രപതിയുടെ വിവേചന അധികാരമല്ല എന്ന് നമ്മൾ പറയുന്നത്. ബാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി മിക്ക അപ്പോയിന്റ്മെന്റ്സ് രാഷ്ട്രപതി നടത്തുന്ന എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ വിവേചന അധികാരമല്ല. ഇപ്പൊ വിവരാവകാശ കമ്മീഷണർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതൊരു 3 അംഗ സമിതി രൂപീകരിച്ചുകൊണ്ട് ആ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പൊ എന്താണ്? അത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരമല്ല. മനസ്സിലായോ? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഓൾറെഡി പറഞ്ഞതാണ് ഈ പറയുന്ന ഭേദഗതികളെല്ലാം പഠിച്ചു വെക്കാനായിട്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 104 ഭേദഗതി കേട്ടോ. അപ്പൊ 104 ഭേദഗതിയുടെ പ്രത്യേകത എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ എന്ത് ചെയ്യുന്നു? നാമനിർദ്ദേശം ചെയ്യുന്ന രീതി എന്ത് ചെയ്തു? നിർത്തലാക്കിയ ഭേദഗതിയാണ് 104 ഭേദഗതി. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് ഉള്ള ആനുകൂല്യം അല്ലെങ്കിൽ അവരുടെ സംവരണം എന്ന് പറയുന്നത് അടുത്ത ഒരു 10 വർഷത്തേക്കും കൂടെ നീട്ടിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 104 ഭേദഗതിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും കൂടെയാണ്. ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല എന്നുള്ളത്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. കുണ്ടറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കറക്റ്റാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? തോപ്പിൽ ഭാസിയുടേതാണ് കേട്ടോ. ഓർത്തിരിക്കുക. തോപ്പിൽ ഭാസി എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഓർത്ത് വെച്ചിരിക്കുക. ആരുടെ നാടകമാണ്? തോപ്പിൽ ഭാസിയുടേതാണ്. ഈ പറയുന്ന നീര പ്ലാന്റ് കൈപ്പുഴയിൽ തന്നെയാണ്. അത് ശരിയായിട്ടുള്ളതാണ്. പക്ഷേ 2015 2014 ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 2 ആൻസേഴ്സ് ആണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർത്തിരിക്കുക കേട്ടോ. താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് അഥവാ GI ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ശരിയാണ്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും അത് ആറന്മുള കണ്ണാടിക്കാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേശീയ ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ഇത് ആറന്മുള പൊന്നമ്മ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ് തോമസ് മത്തായി വർഗീസ് എന്ന് പറയുന്നത്. അതും ശരിയാണ് കേട്ടോ. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ്. കറക്റ്റായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ആറന്മുള എന്ന് പറയുന്നത്. എല്ലാം ശരിയാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്നുകിൽ അറിയാമെങ്കിൽ എഴുതുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് തെറ്റ് വരുത്താതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. നെഗറ്റീവ് പോയിന്റ്സുകൾ മാക്സിമം കുറച്ച് എക്സാംസ് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. അപ്പൊ ഈ വ്യക്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് പലവട്ടം PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. സാരഞ്ജിനി പരിണയം, അതുപോലെ സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. സാരഞ്ജിനി പരിണയം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച നവോത്ഥാന നായകനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതും പ്രീവിയസ് ആണ്. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റാവു സാഹിബ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്നുള്ളത്. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇതും റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലൻ. അപ്പം ഓർത്തിരിക്കുക, ഏതെങ്കിലും ഒരെണ്ണം അറിയെങ്കിൽ തന്നെ നമുക്ക് ആ വ്യക്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാനായിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ. PYQs ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണിത്.
ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. തെറ്റായുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2002 ഇന്ത്യയും ശ്രീലങ്കയും കൂടെ ചേർന്നിട്ടാണ് വിന്നേഴ്സ് ആവുന്നത് കേട്ടോ. അങ്ങനെ 2013 നേടിയിട്ടുണ്ട്. 2025 ഇന്ത്യയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജേതാക്കളായിട്ടുണ്ടായിരുന്നത്. 2025 ഹോസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. മത്സരത്തിന് വേദിയായിട്ടുള്ളത് പാകിസ്ഥാനും അതുപോലെ തന്നെ UAEയും കൂടെ ചേർന്നിട്ടാണ്. ഫൈനൽ നടന്നത് ദുബായിലാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി വരുന്ന എക്സാംസിന് വേണമെങ്കിൽ ചോദിക്കാം. ദുബായിലാണ് ഫൈനൽസ് നടന്നത്. ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീമാണ് ഓസ്ട്രേലിയ. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓസ്ട്രേലിയ 2 കിരീടം മാത്രമേ നേടിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 3 തവണ കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ മാത്രമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി അതുപോലെ സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സൗത്ത് ആഫ്രിക്കയാണ് ആദ്യത്തെ കിരീടം നേടുന്നത്. 1998 കിരീടം നേടിയത് സൗത്ത് ആഫ്രിക്കയാണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ന്യൂസിലാൻഡിന്റെ കാര്യം എന്തുകൊണ്ട് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് കപ്പ് നേടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ന്യൂസിലാൻഡിന്റെ ഒരേ ഒരു കിരീടം കിട്ടിയിട്ടുള്ളൂ. 2000 അത് ലഭിക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനിയും എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അവരുടെ ജന്മദേശം നമീബിയയാണ്. നമീബിയ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. സിംബാബ്വേക്കാരിയാണ് ആര്, ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. സിംബാബ്വെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിംബാബ്വേക്കാരിയാണ് ആര്, ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അവരുടെ പ്രത്യേകതയാണ് ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്, അതുപോലെ തന്നെ ആദ്യത്തെ വനിതയുമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. സ്വിമ്മിംഗ് താരമാണ് ആരെന്ന് പറയുന്നത്, ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. സ്വിമ്മിംഗ് താരമാണ് ക്രിസ്റ്റി കവൻട്രി, ഓർത്തിരിക്കുക. സിംബാബ്വെ ആണ് സ്വദേശം, അതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. 1, 3 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്, ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, സ്പാഡക്സ് എന്നാണ്. സ്പാഡക്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ISROയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് മാർച്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന എക്സാമുകാർ ഏപ്രിൽ വരെയുള്ളതെങ്കിലും നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീസെന്റ് കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ്. പദാർത്ഥ കണികകളുടെ ദൈവ സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദൈവ സ്വഭാവം നിർദ്ദേശിച്ചത് ആരാണ്, ഡി ബ്രോഗ്ലി ആണ് കേട്ടോ. ദൈവ സ്വഭാവം ഡി ബ്രോഗ്ലി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. Cu, NH36, Cl3 എന്നീ കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓക്സീകരണ അവസ്ഥ കോപ്പറിന്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്സീകരണ അവസ്ഥ ഒരു സംയുക്തം തന്നു കഴിഞ്ഞാൽ അതിലെല്ലാത്തിന്റെയും ഓക്സീകരണ അവസ്ഥ കൂട്ടി കഴിയുമ്പോൾ എന്തായിരിക്കും, 0ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ Cu ആണ് കണ്ടുപിടിക്കേണ്ടത്. Cuൻ്റെത് ഓക്സീകരണ അവസ്ഥ X ആയിട്ട് എടുക്കുക. അതിന്റെ കൂടെ എന്താണ്, NH3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ NH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓക്സീകരണ അവസ്ഥ 0 ആയിരിക്കും. അപ്പം അത് 0 × 6 ചെയ്യുമ്പോഴും എന്താണ്, 0 തന്നെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ N-ന്റെ എന്ന് പറയുന്നത് എത്രയാണ്, +3 ആണ്. N-ന്റേത് -3 ആണ് വരുന്നത്. അപ്പൊ -3 × 6 അപ്പൊ എത്ര വരും, -18 എന്ന് പറഞ്ഞ് വരും, ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ H-ന്റെ എന്ന് പറയുന്നത് +1 ആണ്. H-ന്റെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ +1 × 3 എന്താണ്, +3 +3 × 6 +18. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ NH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വരുമ്പോൾ അതിന്റെ ഓക്സീകരണ അവസ്ഥ എന്തായിരിക്കും, 0 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ 18 എന്ത് ചെയ്യും, -18 +18 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ Cl3 ആണുള്ളത്. Cl-ന്റെ ഓക്സീകരണ അവസ്ഥ എത്രയാണ്, സാധാ എടുക്കുന്നത് -1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പ്ലസ് എന്ത് ചെയ്യും, ഒരു -1 × 3 എത്രയാണ്, -3 എന്ന് പറഞ്ഞു വരും. അപ്പം എന്താണ്, ഇതെല്ലാം എന്തിന് ഈക്വൽ ആണ്, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0ക്ക് ഈക്വൽ ആകും എന്നുള്ളതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പം 18 എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി. X എന്ന് പറയുന്നത് എന്താണ്, -3 അപ്പുറം പോകുമ്പോൾ +3 ആയിട്ട് വരും.
ആൻസർ നമുക്ക് +3 എന്ന് പറഞ്ഞ് വരും കേട്ടോ. അപ്പം ഇതിനകത്ത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് +3 ആയിട്ട്, ഓക്സീകരണ അവസ്ഥ +3 ആയിട്ടാണ് വരുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് 10th ലെവലിന് ചോദിക്കാം, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും PSCയുടെ ഇഷ്ട മേഖലയാണ്. ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ ഏത് എക്സാമും ആയിക്കോട്ടെ കേട്ടോ, നിങ്ങൾ നോക്കി വെച്ചിരിക്കുക, വീണ്ടും ചോദിക്കാവുന്നതാണ്. CO2 ആണ് കേട്ടോ ലൂയിസ് ബേസ് അല്ലാത്തത്. CO2 എന്താണ്? ലൂയിസ് ആസിഡിന് എക്സാമ്പിൾ ആണ്, ഓർത്തിരിക്കുക. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? അപ്പൊ 2023 ചോദിച്ചത്. അപ്പം ഇനിയുള്ള എക്സാമുകാർ എന്ത് ചെയ്യുക, 2024 അതുപോലെ 23 എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 23 നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചു കാണും. ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് രസതന്ത്രത്തിന് നോബൽ സമ്മാനം 2023 ലഭിച്ചത്, ഓർത്തിരിക്കുക കേട്ടോ. 2024 കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക, വ്യക്തികളെയൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 2023 ആരൊക്കെയാണ് എന്ന് പറഞ്ഞ് തരാം. നമുക്ക് 24, 23 തമ്മിൽ തിരിഞ്ഞു പോകരുത് ഈ പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുവാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ആരാണ് പുനർനിർണ്ണയിക്കുന്നത്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ എന്താണ്, ഒരു രീതിയിലും അതെന്ത് ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ പുതിയ ഇനിയൊരു എന്താണ് മണ്ഡല പുനർനിർണ്ണയമൊക്കെ ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇനിയും ചോദ്യങ്ങൾ വരാനുള്ള മേഖലയാണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇവിടെ എല്ലാ പ്രസ്താവനകളും എന്താണ്, ഇവിടെ എല്ലാ പ്രസ്താവനകളും എന്താണ്, ശരിയാണ് കേട്ടോ. എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ഇത് 280, ശരിയാണ്. ഇന്ത്യയിലെ കാലാവധി 5 വർഷമാണ്. ഇതിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്, ശരിയാണ്. ഈ ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈയാണ്, തെറ്റാണ് കേട്ടോ. ന്യൂഡൽഹി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. 16ാമത് ചെയർമാനായിട്ട് ആരാണ് വന്നത്? അരവിന്ദ് പനഗരിയാണ്, ശരിയാണ് കേട്ടോ. അപ്പൊ 1, 2, 4 ആണെന്ത് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. നോക്കി വെച്ചിരിക്കുക. എപ്പോഴും ഒരു കമ്മീഷൻ പഠിക്കുമ്പോൾ അത് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ പഠിച്ചു വെച്ചിരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി അതിന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തെ ചെയർമാൻ ആര് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കുക. കാലാവധി എത്ര വർഷമാണ് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നതെന്നും കൂടി പഠിച്ചു വെച്ചിരിക്കുക. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. പിന്നെ ഉള്ളത് ചെയർമാൻ, ആദ്യത്തെ ചെയർമാനും നിലവിലെ ചെയർമാൻ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അംഗസംഖ്യ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അംഗസംഖ്യ എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അംഗസംഖ്യ പോലെയാണ് അതിന്റെ കാലാവധി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആരാണ് നിയമിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് അതിന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് നോക്കി വെക്കുക. ഒരു കമ്മീഷനിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ബേസ് ആയിട്ട് റിവൈസ് ചെയ്ത് വെച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട്, ഈ പറയുന്ന പോയിന്റ്സ് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സുകൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പക്ക പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ് കേട്ടോ. 15 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 15 ദിവസം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും കേട്ടോ. അപ്പൊ 100 ദിവസം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ഇത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. സ്ത്രീക്ക് പുരുഷനും എന്താണ്, തുല്യ വേതനമാണ് അവിടെ നൽകുന്നത്. സ്ത്രീക്കാണ് മുൻഗണനയുള്ളത് ജോലി ചെയ്യുന്നതിൽ. 2/3 ആളുകൾ എന്തായിരിക്കണം, സ്ത്രീ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് ഓർക്കുക. അതുപോലെ അപേക്ഷിച്ച് 15 ദിവസത്തിനകമാണ് എന്ത് ചെയ്യേണ്ടത്, തദ്ദേശീയ ജോലികൾ നൽകേണ്ടത്, ഓർക്കുക. നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, തൊഴിൽ രഹിത വേതനം എന്ത് ചെയ്യണം, അവർക്ക് നൽകണം. അതും ഇതിനകത്ത് പറയുന്നുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM-ൽ എത്ര അംഗങ്ങളുണ്ട്? അപ്പൊ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കറക്കി കുത്താനൊന്നും നിൽക്കരുത്, അങ്ങ് കളഞ്ഞേക്കണം. നമ്മൾ വെറുതെ നെഗറ്റീവ് വരുത്താനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ അംഗങ്ങൾ എത്ര പേരാണുള്ളത്? 15 അംഗങ്ങളാണുള്ളത്. ഇതിന്റെ ഹെഡായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചെയർമാൻ ആയിട്ട് വരുന്നത് സോഷ്യൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, 15 അംഗങ്ങളാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരനായി കണക്കാക്കുന്നത്? അപ്പൊ എത്ര വയസ്സ് തികഞ്ഞവരെയാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 60 വയസ്സാണ് കേട്ടോ. 60 വയസ്സ് തികഞ്ഞവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുതിർന്ന പൗരരായിട്ട് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദാമോദർ നദി, ഗോദാവരി, കൊയ്ന, അതുപോലെ ബ്രഹ്മപുത്രയാണ്. ഇത് ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യതയുള്ളത് കേട്ടോ. ദാമോദർ നദി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒന്നും തന്നിട്ടില്ല, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടില്ല. ബംഗാളിന്റെ ദുഃഖം എന്നാണ് എന്തറിയപ്പെടുന്നത്? ദാമോദര നദി അറിയപ്പെടുന്നത്. ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മപുത്രയാണ് ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത്. ആസാമിന്റെ ദുഃഖമായിട്ട് ബ്രഹ്മപുത്ര തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ചുമപ്പ് നദി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ബ്രഹ്മപുത്ര തന്നെയാണ്. ഇനി ഇതിന് ആൻസർ തന്നിട്ടില്ല. ബംഗാളിന്റെ ദുഃഖമാണ് ഇത് ദാമോദര നദി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗോദാവരി നദി എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ദക്ഷിണ ഗംഗയായിട്ടാണ് ഗോദാവരി നദി അറിയപ്പെടുന്നത്. കൊയ്ന എന്താണ്? മഹാരാഷ്ട്രയുടെ ജീവനാഡി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യതയുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതിലും വെച്ച് ബി ആയിരിക്കും ഒരു പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോഴത്തേക്കും. പക്ഷെ എന്തല്ല, ആസാമിന്റെ ദുഃഖമല്ല ദാമോദരൻ എന്ന് പറയുന്നത്, ബംഗാളിന്റെ ദുഃഖമാണ്. ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏത് ധാതുവാണ്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBIയുടെ വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആണ് RBI. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും RBI തന്നെയാണ്. പാവപ്പെട്ടവന്റെ ബാങ്ക് RBI അല്ല കേട്ടോ. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? RBIയുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ഈ സെയിം ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. എക്കണോമിക്സ് 2025 PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതിൽ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഓപ്ഷൻസ് ഒന്നും മാറ്റാതെ തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് നബാർഡ്. അപ്പൊ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സുകളും 2025 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഇത് നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണ്. ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ഒരു നിശ്ചിത അളവിൽ CO2 പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുവാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നിശ്ചിത അളവിൽ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് പറയുന്ന പേരാണ് കാർബൺ ക്രെഡിറ്റ് കേട്ടോ. കാർബൺ ക്രെഡിറ്റ് എന്നാണ് ആ ഒരു പെർമിറ്റിനെ വിളിക്കുന്ന പേര്. എന്താണ് ആ കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫൈഡ് അതോറിറ്റിയിൽ നിന്നോ എന്ത് ചെയ്യുക, നമുക്ക് നിശ്ചിത അളവിൽ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടാനായിട്ടുള്ള അനുമതി, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കാർബണുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ ആ ഒരു മേഖല ഒന്ന് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട്, ഡിസേബിൾഡ് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് പൊതുവെ ചോദിച്ചു കാണാറുള്ളത്. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു മേഖലകൾ പഠിച്ചു വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ജീവനി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ്? ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓർക്കുക. ഇനി ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ദൂരം 15 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വക്രത ആരവും ഫോക്കസ് ദൂരവും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? R എന്ന് പറയുന്നത് എന്താണ്? 2F ഈക്വൽ ആണ്. അപ്പൊ F കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 7.5 സെന്റിമീറ്റർ. യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. 7.5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് മീറ്റേഴ്സിലാണ് ഉത്തരം വന്നേക്കുന്നത് 2 അപ്പൊ എന്ത് ചെയ്യുക? അതിനെ വീണ്ടും എന്ത് ചെയ്യുക? സെന്റിമീറ്ററിന്റെ മീറ്ററിലോട്ട് ആക്കുക. അപ്പൊ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിന്റെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റി കുത്തണം. അപ്പൊ ആൻസർ എന്ത് വരും? 0.075 എന്നും പറഞ്ഞ് ഉത്തരം വരും കേട്ടോ. അപ്പൊ 0.075 മീറ്റേഴ്സ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ചെയ്യുക. വെറുതെ കൊണ്ട് ഓടിപ്പോയി ഓപ്ഷൻ ഡി എഴുതിയ ആൻസർ തെറ്റിക്കരുത് കേട്ടോ. എയർക്രാഫ്റ്റിൽ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയർക്രാഫ്റ്റിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് ഹൂക്സ് നിയമം, മാലൂസ് നിയമം, പാസ്കൽസ് നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലനം. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓർത്തിരിക്കുക.
താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. സെയിം ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എക്കണോമിക്സിനകത്ത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വീണ്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്തൊന്ന് കണ്ടു നോക്കാനായിട്ട് പറയുന്നത്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യനും ഇതെല്ലാം എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതും 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കർഷക ഉൽപാദനം വർദ്ധിപ്പിക്കുക തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. ബാക്കിയൊക്കെയാണ് ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത്. വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇത്രയുമാണ് എന്ത് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. വർദ്ധിപ്പിക്കുക, ജൈവ കൃഷി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നീതി ആയോഗിന് ലക്ഷ്യമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇനി ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് ഇതെല്ലാം എന്താണ് സേവന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർക്കുക, എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മേഖലകൾ. പ്രൈമറി, സെക്കൻഡറി, ട്രഷറി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എക്സാമ്പിൾസ് അതിന്റെ. ഇനി ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്നാണ് 1934 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1935 എന്ത് ചെയ്യുന്നത്, RBI രൂപീകരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? RBI ആണ് കേട്ടോ. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്തിന്റെ ഇതിനാണ് വന്ന രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടാണ്? RBIയുടെ രൂപീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്? എവിടെയാണ്? ആമുഖത്തിലാണ് കേട്ടോ. അപ്പൊ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക ഡേറ്റ് ആണ് ഏത്? 1949 നവംബർ 26 എന്ന് പറയുന്നത് ആമുഖത്തിൽ പ്രതിദാനം ചെയ്തിരിക്കുന്ന ഏക ഡേറ്റ് ആണ്. ഓർത്തിരിക്കുക, ആമുഖം ഇമ്പോർട്ടന്റ് ആണ്. ആമുഖത്തിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ആമുഖം ഒന്ന് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് ഒരിക്കലും പോകില്ല കേട്ടോ. ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ് ആമുഖം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് സൈനികമോ വിദ്യാസംബന്ധമായ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? വകുപ്പ് 18 എന്ന് പറയുന്നത്. ഇനി പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസഹായം നടപ്പിലാക്കുന്ന ആർട്ടിക്കിളാണ് വകുപ്പ് 44. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്യുന്നതാണ് വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിത പണി ചെയ്യിക്കലിന്റെയും നിരോധനമാണ് വകുപ്പ് 23 എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരിയാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? B ആണ് കേട്ടോ. എന്താണ്? ബാക്കിയെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? അത് DPSP ആണ്. ഓർക്കുക കേട്ടോ. ബാക്കിയെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ B ആയിട്ട് ആൻസർ വരും കേട്ടോ. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? വൈസ് ചെയർമാനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചെയർമാൻ വെച്ചിട്ട് എഴുതരുത് കേട്ടോ. വൈസ് ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ദുരന്ത നിവാരണം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും പുറമെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാൻ എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി ആരുടേതാണ്? റാം ഡിയോ മിശ്രയുടെ പുസ്തകമാണ് കേട്ടോ. റാം ഡിയോ മിശ്ര ഓപ്ഷൻ A എഴുതി വെക്കരുത്. ഓപ്ഷൻ Dയിലാണ് കിടക്കുന്നത് 1 മാത്രം എന്നുള്ളത്. റാം ഡിയോ മിശ്രയുടേതാണ് ഇത് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ UNEP സ്ഥാപിതമായ വർഷം 1972 ശരിയായിട്ടുള്ളതാണ്. UNEPയുടെ ആസ്ഥാനം ഏതാണ്? നെയ്റോബിയാണ്. ഓർത്തിരിക്കുക. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇത് രണ്ടും അറിയാമെങ്കിൽ തന്നെ നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. 3 എന്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് തെറ്റാണ്. 1993 എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിതമാകുന്നത്. അതിന്റെ വർഷം അറിയില്ലെങ്കിൽ പോലും ആദ്യത്തെ 2 എപ്പോഴും നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതുമാണ്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. 71 പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് വന്നത്. അതുപോലെ UNEP വന്നത് 72 അപ്പൊ അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗകാഠിന്യം ഏറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. അതുപോലെ
ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങൾ, പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതെന്താണ്? എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശ്രദ്ധിക്കുക, സാൽമണല്ല ടൈഫി ആണ് എന്ത് പരത്തുന്നത്? ടൈഫോയിഡ് പരത്തുന്നത്. പ്ലാസ്മോഡിയം പരത്തുന്നതാണ് എന്ത്? മലേറിയ എന്ന് പറയുന്നത്. അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ് എന്തുണ്ടാക്കുന്നത്? ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. രോഗകാരികളെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ലക്ഷണങ്ങളും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഇവിടെ തന്നിരിക്കുന്ന ലക്ഷണങ്ങളെല്ലാം എന്താണ്? ശരിയാണ്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പുസ്തകം ആരുടേതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് എലിസബത്ത് കോൾബ്രട്ടിന്റെ ആണ് കേട്ടോ. എലിസബത്ത് കോൾബ്രട്ടിന്റെ പുസ്തകമാണ് ഏത്? ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ആരതാണ്? എലിസബത്ത് കോൾബ്രട്ടിൻ്റെതാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയർ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയർ ആരാണ്? നെപ്പോളിയൻ ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. അതുപോലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏത്? ലാഹോർ സമ്മേളനം PSCയുടെ ഒരു ഇഷ്ടം ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും റിപ്പീറ്റ്ലി ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലാഹോർ സമ്മേളന കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ശരിയാണ്. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. തെറ്റാണ്. എന്താണ്? 1929 എന്ത് ചെയ്യുന്നത്? ലാഹോർ സമ്മേളനം നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. തെറ്റായുള്ള പ്രസ്താവനയാണ്. 1932 അല്ല, 1930 എന്ത് ചെയ്തത്? 30 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് കേട്ടോ. ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? പ്രസ്താവനകൾ തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2, 3 എന്താണ്? ഇവിടെ തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റും ശരിയും ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പൊ 57 സമരവും അതിന്റെ നേതാക്കളുമാണ് കൊടുത്തിരിക്കുന്നത്. ബഹദൂർ ഷാ സെക്കൻഡ്, ഷാമാള്, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത് മകൾ, ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബഹദൂർ ഷാ സെക്കൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഡൽഹിയിലാണ് ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. ഷാമാൾ എവിടെയാണ്? ബറൌട്ട് പർഗാനയിലാണ് ഷാമാൾ എന്ന് പറയുന്നത്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. ബീഗം ഹസ്രത്ത് മകൾ ലക്നൌവിലാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കാൻ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? SCERT ഫാക്ട് തന്നെയാണ്. 1865 എന്തിരിക്കുന്നത്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും എല്ലാം ഈ പറയുന്ന വിളംബരങ്ങൾ കൊടുത്തിട്ടുണ്ട് SCERTയിൽ. ആ ഒരു പാഠം 10ാം ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഹിസ്റ്ററി, ജോഗ്രഫി അതുപോലെ തന്നെ സയൻസ് ക്വസ്റ്റ്യനുകളെല്ലാം വന്നിരിക്കുന്നത് SCERT ബേസ് ചെയ്ത് തന്നെയാണ്. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പഴയ കറണ്ട് അഫയേഴ്സ് 2023 എന്താണ് നമ്മുടെ 23 മൊബൈലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലില്ല. പഴയതും പുതിയതും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഇനി വരുന്ന എക്സാമുകാർ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് റെഫർ ചെയ്ത് ഈ ഒരു മേഖലകളൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.